എന്തായാലും നീല ജേഴ്സി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടാ. സത്യം പറയാലോ, കഴിഞ്ഞ 2 മത്സരങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കുൻസായ്മയാണ്. അതായത് സത്യത്തിൽ നമ്മുടെ മഞ്ഞപ്പടയാണോ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു പ്രശ്നം? പറയാതിരിക്കാൻ വയ്യ. പ്ലെയേഴ്സ് 100% ഇട്ട് കളിച്ചതുപോലെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫാൻസിന്റെ കൂടെ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നപ്പോൾ നമ്മൾ കാണിച്ചത് ശരിയായോ? എന്തായാലും ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഓപ്പൺ ആയിട്ടുള്ള പച്ചയായ സംസാരമാണ് ആൻറ്റപ്പൻ ടോക്കീസിലുള്ളത്. സോ വെൽക്കം ടു ആൻറ്റപ്പൻ ടോക്കീസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻറ്റപ്പൻ ടോക്കീസ്. ദിസ് ഇസ് RJ ആൻറ്റപ്പൻ. ആൻഡ് ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്പോർട്സ് വീഡിയോ ഇടാൻ തുടങ്ങിയ സമയം മുതൽ നമുക്ക് സബ്സ്ക്രൈബർ കൗണ്ട് ആക്ച്വലി കൂടി വരുന്നുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ആക്ച്വലി 10K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നന്ദിയുണ്ട് ഗൈസ്, നന്ദിയുണ്ട്. പക്ഷേ ഈ നന്ദിയിൽ മാത്രം നിന്ന് പോരുത്. ഇനിയും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ചിന്താ വിഷയം കേരള ബ്ലാസ്റ്റേഴ്സ് vs ഒഡീസ മത്സരമാണ്. നീല ജേഴ്സിയിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് ഫുൾ കസിൻസും കാര്യങ്ങളും. ഇപ്പോൾ ഞാൻ ട്രാവലിലാണ്. ഇപ്പോൾ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന നാട്ടിലാണ്. അപ്പോൾ അത് കാരണം തന്നെ ഞാനിങ്ങനെ പറയുമായിരുന്നു, നീലയിൽ എന്തോ ഒരു ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുരുഷോത്തമനും അതുപോലെ തന്നെ തോമാച്ചനും എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഇറക്കിയിരിക്കുന്നത് ഈ പറയുന്ന പോലെ നീലയിൽ ഇറക്കിയാൽ ജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണോ എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയായിരുന്നു. എന്തായാലും ആ നീല രക്ഷിച്ചു എന്ന് തന്നെ പറയണം. ഒഡീസയ്ക്കെതിരെ നമുക്ക് 3 പോയിന്റ് അടിക്കാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ. 3 പോയിന്റ് അടിച്ചു എന്ന് മാത്രമല്ല, 3 ഗോളും അടിച്ചു എന്ന് തന്നെ പറയണം. ആദ്യം തന്നെ നമ്മളൊരു ഗോൾ വഴങ്ങാണ് ഉണ്ടായത്. നമ്മുടെ ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് അവരൊരു ഗോൾ ഇട്ടു. ആ ഗോളിൽ നിന്ന് പിന്നെ നമുക്ക് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് തിരിച്ചടിക്കാനായിട്ട് സാധിച്ചത്. പക്ഷെ അത് പറയാതിരിക്കാൻ വയ്യ, അടിപൊളി തന്നെയായിരുന്നു. ആൻഡ് ഞാൻ ഇന്നലെ നമ്മുടെ ബാഴ്സലോണ റയൽ മാഡ്രിഡ് മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ പോയ റയൽ മാഡ്രിഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കാർഡ് കിട്ടിയ നമ്മുടെ ഒഡീസ FC കൃത്യമായിട്ട് എന്താ പറയുക, നമുക്കൊരു ഒരാൾ കുറഞ്ഞിരിക്കുമ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാന്ന് പറയുമല്ലോ, ആ യൂട്ടിലൈസ് ചെയ്ത കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണാനായിട്ട് പറ്റിയത്. കിടിലം മത്സരം തന്നെയാണ്. ഇനി നമ്മുടെ മാച്ചിന്റെ കംപ്ലീറ്റ് സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡോമിനേറ്റ് ചെയ്തു എന്ന് തന്നെ പറയണം കേട്ടോ. കാരണം ഷോട്ട്സ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 ഷോട്ട്സ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ചിട്ടുള്ളത്. അതിൽ 10 എണ്ണമാണ് നമ്മുടെ സൈഡിലേക്ക് ആകെ ഒഡീസ FCക്ക് അടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഷോട്ട്സ് ഓൺ ടാർഗറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 എണ്ണവും അവർ 5 എണ്ണവും. ഇതിൽ ഏറ്റവും ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലബേറയുടെ ഒഡീസ FCയുടെ പൊസഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 32% ഉള്ളൂ ഇഷ്ട. കാരണം അവരെപ്പോഴും നമുക്കറിയാവുന്ന പോലെ തന്നെ ബോൾ കയ്യിൽ കീപ്പ് ചെയ്ത് അതിനെ പൊസിഷൻ എപ്പോഴും കൺട്രോൾ ചെയ്ത് കളിക്കുന്ന ഒരു ടീമാണ്. ആ ടീമിനെതിരെ 68% പൊസിഷൻ കീപ്പ് ചെയ്തതിന്റെ ഫലം തന്നെയാണ് 3-2 എന്ന് പറയുന്ന സ്കോറിൽ നമുക്ക് ജയിക്കാൻ പറ്റിയത്. മത്സരത്തിൽ ഒരുപാട് മിസ്റ്റേക്സ് നമ്മുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ശരി തന്നെയാണ്. പക്ഷേ ഇറ്റ് വാസ് ലൈക്ക് എ ത്രില്ലിംഗ് മാച്ച്. എവിടെയൊക്കെയോ നമ്മൾ തോറ്റു പോകുമെന്ന് വിചാരിച്ചിടത്തുനിന്നാണ് നമ്മൾ തിരിച്ചു വന്ന് ജയിച്ച് നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണെന്നും കാണിച്ചു കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാച്ചിനെ നമുക്ക് ഒരിക്കലും നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. കിടിലൻ മാച്ചായിരുന്നു. ശരിയാണ്, മാനേജ്മെന്റിനെതിരെയുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളും എല്ലാം പൊക്കോണ്ടിരിക്കുന്നുണ്ട്. മഞ്ഞപ്പട സ്റ്റാൻഡിലേക്ക് വിജയിച്ച് കഴിഞ്ഞപ്പോൾ ലൂണയും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയേഴ്സും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മാനേജ്മെന്റിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് നടത്തിയപ്പോൾ ലൂണ അതിൽ നിന്ന് ഫുൾ ടീമിനെയും വിളിച്ചുകൊണ്ട് തിരിച്ചുപോയി. എനിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്രയും നേരം 90-97 മിനിറ്റോളം അല്ലെങ്കിൽ 98 മിനിറ്റോളം കളിച്ചിട്ടുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ്, അതിൽ ഓരോ താരങ്ങളും കോച്ചും കാര്യങ്ങളും ഒക്കെ അവരുടെ 100% നമുക്ക് വേണ്ടി ഇട്ടാണ് കളിച്ചിട്ടുള്ളത്. ശരിയാണ്, അവരുടെ ഇതൊരു പ്രൊഫഷണൽ ഫുട്ബോളാണ്, പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് അവരും കളിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊക്കെ ഒരു വികാരമുണ്ട്. നമ്മൾ കളി കാണുന്നതിൻ്റെ ഒരു വികാരം ഇല്ലേ, അതുപോലെ തന്നെയാണ് അവരുടെ കാര്യം. അവർക്കും ഈ കളിക്കുമ്പോൾ ഒരു വികാരം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ പ്ലെയേഴ്സിന്റെ ഫീലിങ്സ് മനസ്സിലാക്കാതെ പോവരുത് എന്നുള്ളൊരു സാധനമുണ്ട്. എനിക്കറിയാം, അല്ലാതെ എങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അതിനൊരു ഉത്തരവില്ല. പക്ഷേ മാനേജ്മെന്റിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ് പ്ലെയേഴ്സിനെതിരെ ചെയ്യുമ്പോൾ പ്ലെയേഴ്സിനെയും അത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട്
പിന്നോട്ട് വലിക്കും. കാരണം എനിക്ക് ഇന്നത്തെ മത്സരം കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഓരോ താരങ്ങളും മാക്സിമം എഫേർട്ട് ഇട്ട് കളിച്ച് ഒരു 3 പോയിന്റ് ഒപ്പിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഞങ്ങൾ ഇന്നലെ മഞ്ഞപ്പട ഇത് നെഗറ്റീവായിട്ടൊന്നും എടുക്കരുത്, ഒരു ഫൺ എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറയായിരുന്നു എന്തായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ശാപം. മഞ്ഞപ്പടയാണോ ഇഷ്ടം? കാരണം അവരൊന്ന് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 കളികളും നമുക്ക് വിജയമാണല്ലോ കിട്ടിയെന്നൊക്കെ ഇങ്ങനെ ഒരു തമാശ രീതിയിൽ പറഞ്ഞു. പക്ഷെ അതൊന്നും അല്ല, ശരിയാണ്. മഞ്ഞപ്പട എന്തിനാണോ വരുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ശരിയായ വശമുണ്ട് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നല്ല ബോധ്യമുള്ള കാര്യം തന്നെയാണ്. പ്ലേയേഴ്സിനെ പുറത്തേക്ക് നമ്മൾ വിടുന്നുണ്ട്, അതേ സ്പിരിറ്റ് എന്തുകൊണ്ട് നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു വലിയ ചോദ്യം തന്നെയാണ്. പിന്നെ ഏതൊരു ഇന്റർവ്യൂവിൽ രാഹുൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, KP രാഹുൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു പ്ലെയറും നമ്മുടെ ടീം തോറ്റു പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പിച്ചിലേക്ക് ഇറങ്ങുന്നില്ല, അവന്റെ 100% കളിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെയായിരിക്കും അവൻ ഇറങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഫാൻസ് ആണെന്നുണ്ടെങ്കിലും മാനേജ്മെന്റ് ഇതിന്റെ പ്രൊട്ടസ്റ്റ് ഇടുമ്പോൾ അത് ഓരോ പ്ലേയേഴ്സിലേക്കും ഇത് മാറുന്നുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും, അത് പ്ലേയേഴ്സിനെയും ബാധിക്കും. പക്ഷെ എന്നാലും ഓരോ പ്ലേയേഴ്സും ഗ്രൗണ്ടിൽ ഇറങ്ങി ഈ കഴിഞ്ഞ മത്സരം നല്ല എന്താ പറയാ അവരുടെ 100% വിയർപ്പൊഴുക്കി കളിച്ച് ജയിച്ചൊരു മത്സരത്തിൽ അവർക്ക് വൈപ്പിംഗ് ക്ലാപ്സ് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായിരുന്നു. അത് എനിക്കറിയില്ല, അതിനെങ്ങനെ എനിക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മഞ്ഞപ്പടയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും അറിയില്ല, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ടേൺ ഓവർ ആണ് എന്തായാലും 2025 ബ്ലാസ്റ്റേഴ്സ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെടുത്ത് പറയേണ്ട പേരെന്ന് പറയുന്നത് പുരുഷോത്തമനും തോമാച്ചനുമാണ്. കാരണം ഇവർ 2 പേരും ടീമിനെ വലിയ രീതിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ഇറ്റ്സ് എ വെരി ബിഗ് 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 സത്യം. സോ എന്തായാലും ഇനി അങ്ങോട്ട് നമുക്ക് എന്തൊക്കെയോ ഒരു പ്രതീക്ഷ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, എവിടേക്കോ നമ്മൾ പ്ലേ ഓഫിലേക്ക് എത്തും എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇതൊന്നും പോരാ, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ ഇന്നത്തെ മത്സരം നമുക്ക് ആഘോഷിക്കാവുന്ന ഒരു മത്സരം തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു എഫേർട്ട് ഇട്ട മത്സരമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ദിസ് ഇസ് RJ ആൻഡപ്പൻ സൈനിങ് ഓഫ് ഫ്രം ആൻഡപ്പൻ ടോക്കീസ്. ആൻഡ് ഒരു കാര്യം കൂടെ, സ്പോർട്സ് വീഡിയോസ് മാത്രമല്ല, പച്ച ടോക്ക് ഓൺ എവറിത്തിങ് ദാറ്റ് മാറ്റേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ ടാഗ് ലൈൻ. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെ പറ്റിയായിട്ടുള്ള ഒരു പച്ച ടോക്ക് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുന്ന കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താങ്ക് യു.